ഒരു മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് കണ്ടിട്ട് വേണം എനിക്ക് രണ്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട്. എല്ലാരും ചോദിക്കുന്നു ഇത്ര രൂപയ്ക്ക് ചേച്ചി പെട്രോൾ രൂപ അങ്ങനെയാ പറയുന്നത്. വന്ന് കയറി വന്നപ്പോഴത്തേന് ചോദിച്ചു അവന് പെട്രോള് അവന്റെ വണ്ടിക്ക് അല്ലാതെ അവര് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു. ഞാൻ പെട്രോൾ അടിച്ചു കൊടുക്കുന്നു അവന്റെ വണ്ടിക്ക് അല്ലാതെ. ചേച്ചി പെട്രോൾ അടിച്ചു കൊടുക്കുന്നു അവന്, അവന്റെ വണ്ടിക്കല്ല അവന്. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇത് നിങ്ങളുടെയിലേക്ക് എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും. ആ ഒരു രീതിയിൽ അവൻ എന്നോട് സംസാരിച്ച് ചേച്ചി പൈസ ഇല്ലാന്ന് പറയണേ. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ചേച്ചി പൈസ ഇല്ല, പെട്രോൾ അടിച്ചു കൊടുത്തു. 300 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചു. അപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു പൈസ ഇല്ലാന്ന് പറഞ്ഞു ഇയാള്. അത് പറഞ്ഞപ്പോഴേക്കും ഫോണിൽ പൈസ ഉണ്ടോ ചോദിച്ചപ്പോ ചാർജ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് QR കോഡ് എടുത്ത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ കൂടി ഫോണിൽ ചാർജ് ചെയ്യാനുണ്ട് ഞാൻ എടുത്തോണ്ട് വരാം. അപ്പോൾ എനിക്ക് ചാർജ് അല്ല, എനിക്ക് നിങ്ങൾ ചാർജ് ചെയ്ത് തരുമോ? ആ ഒരു ചോദ്യം കൊടുത്താ നല്ലോണം കൊടുത്താ. അത് മാത്രം പോരാ, ഓനെയൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാം. പാൻറ്റും കൂടി ഇങ്ങനെ ഊരണാർന്ന് എന്നിട്ട് അടിയടാ പെട്രോൾ എന്ന് പറയണാർന്ന്. അതാണ് വേണ്ടത്. കാരണം ഇപ്പോഴും ചില താന്തോന്നികളുണ്ട്. ഇതുപോലെ തന്നെ പറഞ്ഞാൽ തള്ളേൻ്റെ പ്രായമുണ്ടോ അല്ലെങ്കിൽ സഹോദരിമാരുടെ പ്രായമുണ്ടോ മറ്റേ എന്താ പറയണ്ടേ ഇവരുടെ പ്രായമുണ്ടോ എന്നൊന്നും നോക്കൂല. ഇവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമഭ്രാന്ത് മൂത്ത് നടക്കുകയല്ലേ. ഒരു ചെറിയ പയ്യനാ. കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടല്ലോ, മലപ്പുറത്ത് നിലമ്പൂരിൽ എവിടെയോ ആണ് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു ചേച്ചി ഒരുത്തനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു പെട്രോൾ പമ്പുകാരിക്ക് അഹങ്കാരമാണ്. അതായത് ഇവറ്റകളെയൊക്കെ അഹങ്കാരമാണ്, ഇവറ്റകളൊന്നും ചോദിച്ചാൽ മര്യാദയ്ക്കൊന്നും പറയത്തില്ല. അവൻ ചോദിച്ചത് എന്താണെന്നറിയാം? അവൻ ചോദിച്ചത് ചേച്ചിക്ക് പെട്രോൾ ഞാൻ അടിച്ചു തരണോ, അതിൻ്റെ അകത്ത് എത്ര പെട്രോൾ കൊള്ളും? അവൻ്റെ അമ്മയോട് ചോദിച്ചാൽ പോരെ, എന്നാ പോയിട്ടായിരുന്നു. അവന് ഈ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പിന്നീട് ഈ ചാർജ് ചെയ്യുക, മൊബൈലിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചാൽ അറിയാം, ചേച്ചി എനിക്കൊന്ന് ചാർജ് ചെയ്ത് തരുമോ എന്ന്. അവന് കിട്ടണ്ടേ അടി? അവന് കിട്ടിയതിന് കണക്ക് അവന് ഇത്രയൊന്നും പോരാ. അവൻ്റെ ഹെൽമെറ്റ് ഊരി ഇതാണ് അവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ഇതാണ് ഈ ചോദിച്ച മാന്യൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുവാന്ന് വേണ്ടത്. അവന് ചാർജ് നമ്മളുണ്ടാക്കി കൊടുക്കാം. പണ്ട് മറ്റേ ഈ എന്താ പറയേണ്ടത് വയനാട്ടിൽ നിന്ന് മുലപ്പാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇവിടുന്ന് ആർത്തി കൊണ്ട് ഭയങ്കരമായി എനിക്ക് തരുമോ മുലപ്പാൽ ഒന്ന് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൊടുത്തില്ലേ? നമ്മൾ കൃത്യമായിട്ട് മുലപ്പാൽ അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലേ? അതേപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവന് പെട്രോളും അടുപ്പിക്കായിരുന്നു, അതുപോലെ ചാർജിങ്ങും ചെയ്യിക്കായിരുന്നു. അതാണ് വേണ്ടത്. അന്ന് ഈ പെട്രോൾ പമ്പിലേക്ക് കാഴ്ച കണ്ടിട്ട് നമ്മളെല്ലാവരും പറഞ്ഞു ഒരു പയ്യനെ ഇങ്ങനെ തല്ലണോടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു വെച്ചില്ല എന്ന് പറഞ്ഞ് കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടപ്പോഴാണ് അവന് കിട്ടേണ്ടതല്ല. അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്നറിയാം? അവനെ ശരിക്കും വേറെ എന്തെങ്കിലും ചെയ്യേണ്ടത്. അമ്മാതിരി തോന്നിയവാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ ജോലി ചെയ്യാൻ വേണ്ടി വന്നവരാണ്, അവർ മാന്യമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവർക്കും മക്കളും ഭർത്താവും അതുപോലെ സഹോദരങ്ങളും എല്ലാം ഉണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോഴാണ് ഒരുത്തം വന്ന് ചോദിക്കുന്നത് ചേച്ചിയുടെ അതിനകത്ത് എത്ര പെട്രോൾ കൊള്ളും, ചേച്ചിക്ക് പെട്രോൾ ഞാൻ അടിക്കണോ, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. അവരെ ആ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അവരത്രയല്ലേ ചെയ്തുള്ളൂ. അവർ വേറെയൊന്നും ചെയ്യാതെ ഭാഗ്യം. അവൻ്റെ അച്ഛനും അമ്മക്കും ഭാഗ്യം ഇല്ലതുകൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല. അവൻ്റെ മുഖം ഇന്നും കണ്ടു കിട്ടിയില്ല കേട്ടോ. അവൻ്റെ മുഖവും കൂടി നമുക്കൊന്ന് കാണണം. ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് കൂട്ടണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ മുന്നിൽ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കണം. ഇതാണ് ആ ഒരു അവൻ. ഇന്നാൾ നമ്മൾ കണ്ടില്ലേ ആ മലപ്പുറത്ത് അപകടം നടന്നപ്പോൾ കമൻ്റ് ഇട്ട അവനെ പോലെ തന്നെ ജനങ്ങളെല്ലാവരും ഇവനെയൊക്കെ മനസ്സിലാക്കണം. അതായത് ഇനി ഏത് സാഹചര്യത്തിലായും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പന്നത്തരമായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അമ്മാതിരി ഇതിലേ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്കെല്ലാം ഒരു തമാശ പോലെയാണ്. അതായത് ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ ജോലിയൊക്കെ നിൽക്കുന്നവരും അതുപോലെ തന്നെ ചില ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ ഭയങ്കര എന്താ പറഞ്ഞാൽ നമ്മളെന്തോ വലിയ മാന്യന്മാരും, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പുഴുക്കൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എന്തു പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു പറയത്തില്ല. അവർ തന്നെ പറയുന്നത് പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് മോശമായിട്ട് സംസാരിക്കാറുണ്ട്. അതാ 1-2 മിനിറ്റിൽ കഴിയുന്നതുകൊണ്ട് നമ്മളൊന്നും പ്രതികരിക്കാറില്ല. പക്ഷേ ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചു, അപ്പോഴിവൻ ഇതെല്ലാം ചോദിച്ചു, അവർ വെറുതെ വിട്ടു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ പുറകെ വരുന്നു, എന്നിട്ട് പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ മൊബൈൽ അടിക്കാനാണെങ്കിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചാർജ് ഇവിടെയുണ്ട്, അവിടെ പോയി ചാർജ് ചെയ്തോളൂ
എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആ പയ്യൻ പറയുന്നത്, ചാർജ് ചേച്ചി ചെയ്ത് തരുമോ, എനിക്കും കുറച്ച് ചാർജ് തരണമെന്ന്. അവന് നല്ല ചാർജാന്ന് കൊടുത്തത്. ഏതായാലും ആ ഒരു പമ്പിലുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു ചാർജ് ചെയ്തതാണെങ്കിൽ ഒരടിപൊളിയായെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അവർ പറയുന്ന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പരാതി കേൾക്കാൻ ആരുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാനങ്ങനെ ചെയ്തത് കൊണ്ട് ഒരാൾ പോലും ആ ചെറുക്കൻ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാമ്യം കിട്ടുന്ന വകുപ്പാണോ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീ അവരടിച്ചത് ശരി തന്നെയാണ്. എന്തിനാണ് അവരടിച്ചത്? ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരെ കയറി പിടിച്ച് അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഒരു 2 ദിവസം ആദരാഞ്ജലികൾ എന്ന് പറയും. ഇപ്പോൾ കണ്ടില്ല ഒരു വേട്ടാവളിയൻ, ഒരു ഡോക്ടറെ കണ്ടില്ലേ ചെയ്തത്? വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ചികിത്സിക്കുമ്പോൾ അവൻ്റെ വട്ടുമൂത്തിട്ട് അവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ? അതിനിപ്പോഴും അവൻ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ പോയോ? ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയോ? ആ കുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെയാണ് നഷ്ടം, വേറെ ആർക്കുമല്ല. അതുപോലെ തന്നെ ഇവനെ പോലെയുള്ള ആൾക്കാരെ ശരിക്കും നിരക്ക് നിർത്തിയില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കത്തി എടുത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ എന്താണോ ചെയ്യുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനെ പോലെയുള്ള സൈക്കോ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ, അതായത് അവർ വെറുതെ പറയില്ലല്ലോ. അവരുടെ വാക്ക് കേട്ടിട്ട് അവരൊരിക്കലും വെറുതെ പറയുന്നതല്ല. കൃത്യമായിട്ട് ചോദിച്ച കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവൻ ഇതുപോലെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ വെറുതെ വന്നിട്ട് ഒരുത്തനിങ്ങനെ എന്താ പറയേണ്ടത് ഇത് എടുത്തിട്ട് അടിക്കൂലല്ലോ. അവരെന്തോ കാര്യമായിട്ട് അവൻ ചോദിച്ചിട്ടുണ്ട് എന്ന് അന്നേ നമുക്ക് മനസ്സിലായിനി. ഏതായാലും അവർ ഇന്നൊരു ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിൽ പല സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരുടെ നോട്ടത്തിനും അതുപോലെ തന്നെ മറ്റേനും ഒക്കെ ഇരയാവാറുണ്ട്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ആ നാരി നെഞ്ചിനെ നോക്കിയേ സംസാരിക്കത്തുള്ളൂ എന്ന്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവന്മാരെയൊക്കെ നിലക്ക് നിർത്തണ്ടെങ്കിൽ വീട്ടിൽ നിന്നേ പഠിക്കണം അതിൻ്റെ ആ ഒരു വില. എന്നാലും മാത്രമേ പറ്റുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെയല്ലേ തള്ള നടക്കുന്നുണ്ടാവുക. ചിലപ്പോൾ തന്തയും തള്ളയും നടക്കുന്നത് തോന്നിയതായിരിക്കും. ഇല്ലെങ്കിൽ തള്ള രാത്രി എണീച്ചിട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറുക്കൻ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർവ്വസാധാരണമാകും. അവർക്കെന്ന് പറയുന്നത് ഇപ്പോൾ തന്തേൻ്റെ പ്രായമോ തള്ളേൻ്റെ പ്രായമോ ഒന്നുമില്ല. അവർക്കെന്ന് പറയുന്നത് നഗ്നത ഏതായാലും കുഴപ്പമില്ല. ചിലപ്പോൾ 4 മാസ്കും വെച്ചിട്ടായിരിക്കും തള്ള ചിലപ്പോൾ ഈ പരിപാടി കാണിക്കുന്നത്. ഇത് കാണുന്നത് ചിലപ്പോൾ സ്വന്തം മോൻ തന്നെയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചോദിച്ചു എന്ന് കരുതിയിട്ട് നമ്മളിനി വലിയ കാര്യമൊന്നും ആക്കാനില്ല. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ടാകും. അവന്മാർ കിട്ടുന്നവരോട് ചോദിക്കുവായിരുന്നു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു പോകുന്ന ഒരു സ്ത്രീ അവരെ ഒരുത്തൻ കയറി പിടിച്ചിരിക്കുക. അതായത് 10-35 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഒരു 19കാരനാണ് കയറി പിടിച്ചത്. അവനോടി രക്ഷപ്പെടുകയും ചെയ്തു. അവസാനം അവനെ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇളകിയിരിക്കുന്നവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ്റെ അത് ഉടച്ചങ്ങ് വിടുക, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അവൻ്റെ പെട്രോൾ എന്നിട്ട് അടുപ്പിക്കുക അവനെ കൊണ്ട്. അതാ വേണ്ടത്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആ സ്ത്രീയുടെ മക്കളും ബന്ധുക്കളും മാന്യന്മാരായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടയാന്ന്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലെങ്ങാറ്റാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ എല്ലാ പെട്രോളും ഡീസലും ഞാൻ അടിച്ചു കൊടുത്തേനെ. അല്ലെങ്കിൽ ഞാൻ തന്നെ അവന് വേണമെങ്കിൽ ചാർജും ചെയ്ത് കൊടുത്തേനെയായിരുന്നു. അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട നല്ലോണം കിട്ടീനിട്ടാ. അന്നുള്ള കാര്യം പറയാലോ. ആ സഹോദരി നല്ലോണം കൊടുത്തിന്. പക്ഷേങ്കിൽ അത് അവൻ്റെ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് അവനെ ശരിക്കും കൊണ്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പ്രതികരിക്കുക. അല്ലാതെ ഇതിൻ്റെ ഒന്നും പുറകിൽ കേസുമായിട്ട് പോയിട്ട് കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ കഴിയുമ്പോൾ പറഞ്ഞാൽ ഓൻ വീണ്ടും ഇറങ്ങും. ഓൻ ഇനിയും ചോദിക്കും. ഓൻ ഇനി അടുത്ത സ്ത്രീയോട് പോയി ചോദിക്കും, അയ്യോ ഒന്ന് പെട്രോൾ അടിച്ചു തരുമോ, ചേച്ചിക്ക് എത്ര പെട്രോളിൽ കൊള്ളും? എന്തൊരു വൃത്തികെട്ടവന്മാരാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇവൻ്റെ തന്തേൻ്റെയും തള്ളേൻ്റെയും അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കറ. അവരെ വരെ നാണം കെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവൻ്റെ മുഖം കാണിച്ചിട്ട് ഇവനാണ് ആ ചോദ്യം ചോദിച്ചവൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തന്തയും തള്ളി ഇത് കാണണം. എന്നിട്ട് അവർ പറയണം ഞങ്ങൾ കാണിച്ചു തരാടാ, ഞങ്ങൾ അടിച്ചു തരാടാ, ഞങ്ങൾ എത്ര പെട്രോൾ വേണമെങ്കിൽ നിനക്ക് അടിച്ചു തരാടാന്ന് അവർ പറയണം. അപ്പോഴും മാത്രമേ അത് ശരിയാവുള്ളൂ. അവിടെ ഇങ്ങനെയുള്ള കുറേ പോഴന്മാർ ഇതെല്ലാം വന്ന് അടിയുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം പറയാം കേരളത്തിൽ തന്നെ കേട്ടാ, വേറെ എവിടെയോ അല്ല. അല്ലാതെ ഇത്രമാത്രം മുട്ടി നിൽക്കുന്ന അവന്മാരുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് പോലും ഒരു തന്നാ പറയേണ്ടത് പിന്നെ എന്നാൽ തള്ളേൻ്റെ ഓൻ്റെ മുത്തശ്ശീൻ്റെ പ്രായം ഉണ്ടാവും. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ എവിടെയാണ് പെട്രോൾ അടിക്കണ്ടേ? വൃത്തികെട്ടവന്മാർ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഏത് സ്ഥലത്തും ഉണ്ട്. ഇനി ഉത്സവത്ത് പോയാലും ഉണ്ട്, വേറൊരു സ്ഥലത്ത് പോയാലും ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈറ്റങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങനെ ഉണ്ടാവും. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി കുടുംബങ്ങൾ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലിലേക്കാണ് പോകാൻ പോകുന്നത്.
ഇപ്പോഴെന്ന് പറഞ്ഞാൽ തന്തയായാലും തള്ളയായാലും വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നട്ടാ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റും ചെയ്തോ. ബൈ ബൈ.